എനിക്ക് അദ്ദേഹത്തെ 40 അല്ല അതിൽ കൂടുതൽ വർഷമായിട്ട് അറിയാം. ഏതാണ്ട് 45 വർഷമായിട്ട് എനിക്ക് അദ്ദേഹത്തെ അറിയാം. ഞാനിപ്പോഴും ഓർക്കുന്നു, ആദ്യമായിട്ട് ഞാൻ ഓഡീഷന് നവോദയയിൽ ചെന്നപ്പോൾ അവിടെ ഇരുന്ന ഒരാളാണ് മിസ്റ്റർ പാച്ചിക്ക, ജിജു, സിബി, പിന്നെ വേറെ 2-3 പാട്രിക്. പിൽക്കാലത്ത് ഞാൻ അറിഞ്ഞ ഏറ്റവും കുറച്ച് മാർക്കിട്ട ഒരാളാണ് എനിക്ക് അദ്ദേഹം ഏറ്റവും നല്ല മാർക്കാണ് തന്നിരിക്കുന്നത്, 100-ൽ 2. ആ 2 പറയുന്നത് വലിയൊരു നിമിത്തമായി മാറി. അദ്ദേഹത്തിൻ്റെ സിനിമയിലൂടെയാണ് എനിക്ക് ആദ്യത്തെ 2 നാഷണൽ അവാർഡുകൾ കിട്ടുന്നത്. വളരെ എൻ്റെ ഈ 47 വർഷത്തെ സിനിമാ ജീവിതത്തിൽ 13ഓളം സിനിമകളാണ് ഞാൻ സിബിയുമായിട്ട് ചെയ്തിരിക്കുന്നത്. മുത്താരംകുന്ന് പിയെക്കുറിച്ച് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. അതിനെക്കുറിച്ച് എനിക്കിപ്പം പറയേണ്ട കാര്യമല്ല. പക്ഷേ എൻ്റെ സിനിമാ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന കഥാപാത്രങ്ങൾ തന്ന സംവിധായകനാണ് സിബി. ഇപ്പം നമ്മൾ ഓർക്കുന്നു, ഒരുപാട് പേരെ ഞാൻ ഓർക്കുന്നു. ലോഹിതദാസിനെ ഈ സമയത്ത് ഓർക്കുന്നു, നെടുമുടി വേണുചേട്ടനെ ഓർക്കുന്നു, ഒടുവിൽ ഉണ്ണികൃഷ്ണനെ, മുരളിയെ, എത്രയോ പേരെ. എല്ലാ കഥാപാത്രങ്ങൾക്കും ഒരു പ്രത്യേക മിഴിവ് സിബിയുടെ സിനിമകളിലുണ്ടാകും. ഏത് സിനിമയാണ് മോശം എന്ന് എനിക്ക് പറയാനറിയില്ല. കിരീടം എന്നുള്ള സിനിമയായാലും, ചെങ്കോല്, ദേവദൂതൻ, സതയം, സമറിൻ ബദ്ലഹേം, എനിക്ക് പറയാൻ പറ്റുന്നില്ല. അത്രയും എല്ലാം നല്ല സിനിമകളാണ്. ഒരു സിനിമയും മോശമായിട്ട് പറയാൻ പറ്റില്ല. എൻ്റെ സിനിമകൾ, ഞങ്ങളൊന്ന് സിനിമ നിർമ്മാണത്തിൽപ്പെട്ട്, അപ്പോൾ ആ സമയമൊക്കെ മലയാള സിനിമയുടെ വല്ലാത്തൊരു സമയമായിരുന്നു. ഒരു പക്ഷേ പെട്ടെന്ന് പറയാവുന്നത്, മലയാള സിനിമയിലെ ഗാനങ്ങൾ മുഴുവൻ അതിൽ നിന്ന് അകന്നു പൊയ്ക്കൊണ്ടിരുന്ന സമയത്താണ് ഞങ്ങൾ ഹിസൈനസ് അബ്ദുള്ള എന്ന സിനിമ ചെയ്യുന്നത്. ഒരുപക്ഷെ മലയാള സിനിമയുടെ ഗാനത്തിൻ്റെ ആ മാർക്കറ്റ് വീണ്ടും ഏറ്റവും വലിയ രീതിയിലേക്ക് വന്ന സിനിമകളായിരുന്നു ഹിസൈനസ് അബ്ദുള്ള, ഭരതം, കമലദളം. എൻ്റെ നല്ല സിനിമകളിൽ ഒന്നായിട്ട് പറയുന്ന ഒരു ചിത്രമാണ് കമലദളം. ഞാൻ സിബിയോട് പല പ്രാവശ്യം പറഞ്ഞു, സിബി, എനിക്ക് കമലദളത്തിൽ ഞാൻ എങ്ങനെയാണ് അഭിനയിക്കുന്നത്? കാര്യം ഒരു നൃത്ത അധ്യാപകൻ്റെ റോളാണത്. എനിക്കങ്ങനെ നൃത്ത അധ്യാപകൻ്റെ റോള് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞു തരുന്ന, അപ്പം സിബി പറഞ്ഞു ലാലിന് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് വീണ്ടും ഒരു കള്ളമല്ല, സത്യമായ കാര്യം തന്നെയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, എനിക്കതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു കാര്യം, ഞാൻ ആ സമയത്ത് രാജശില്പി എന്ന സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലെനിക്ക് താടി ഉണ്ട്. അപ്പോൾ താടി എടുത്തിട്ട് താടി വെച്ച് അഭിനയിക്കാൻ എനിക്ക് പ്രയാസമാണ്. അപ്പോൾ അതിന് സിബി പറഞ്ഞു, താടി വളർത്തിയ ഒരു നൃത്താഭിയാകാൻ. ഞാൻ പറഞ്ഞു, അങ്ങനെ ഉണ്ടോ? അങ്ങനെ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്ന്. അങ്ങനെയല്ല, കാര്യം അതിൽ നൃത്ത അധ്യാപകനല്ല അദ്ദേഹം. അതിൽ നിന്നൊക്കെ മാറി ജീവിതം മുഴുവൻ നൃത്തത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചതിന് ശേഷം ചില കാര്യങ്ങളാൽ അതിൽ നിന്ന് മാറി നിൽക്കുന്നതാണ്. പക്ഷേ അതൊരു വെല്ലുവിളിയോടുകൂടി ഞാനല്ല ഏറ്റെടുത്ത്, സിബിയാണ്. ഏറ്റവും മനോഹരമായിട്ട് നമ്മളെ കൊണ്ട് അത് ചെയ്യിപ്പിച്ച സിബിയാണ്. ഭരതം, എന്താ പറയേണ്ട, അങ്ങനത്തെ സിനിമകൾ, സതയമായാലും. കുറച്ചു കാലം നമുക്ക് സിനിമകൾ ചെയ്യാൻ പറ്റാതെയായി. കഴിഞ്ഞ ഒരു ഫംഗ്ഷൻ ഞാനിവിടെ വന്നത് ഞങ്ങളുടെ സിബിയുടെ ഫംഗ്ഷനായിരുന്നു. നമ്മുടെ ദേവദൂതൻ എന്ന സിനിമ 2ാമത് റിലീസ് ചെയ്തു. അത് വളരെ സക്സസ്ഫുള്ളായിപ്പോയൊരു സിനിമയായിരുന്നു. ആ സമയത്തൊക്കെ ദേവദൂതൻ എന്ന സിനിമ എടുക്കാൻ ആരും തയ്യാറാകില്ല. പക്ഷെ അത്തരം സിനിമകളിലേക്ക് ഒരു സിനിമയുടെ ഒരു ലാംഗ്വേജ്, അതിൻ്റെ ഒരു ഡയമെൻഷൻ മാറ്റി സിനിമ എടുക്കുന്ന ആളായിട്ടാണ് സിബിയെ ഞാൻ മനസ്സിലാക്കുന്നത്. കൂടുതൽ സിബിയെക്കുറിച്ച് എനിക്കൊന്നും പറയാൻ വാക്കല്ല. വിട്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. വളരെ പയസ്സായിട്ടുള്ള ഒരാളാണ്. മറ്റുള്ളൊരു പയസ്സെന്നല്ല അതിൻ്റെ അർത്ഥം. ഏറ്റവും കംഫർട്ടബിളായിട്ട് ആർട്ടിസ്റ്റിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരാളാണ്. സിബി പറഞ്ഞ പോലെ സിബിയെക്കുറിച്ച് എല്ലാ ഗുണങ്ങളും പറയുന്ന ഒരു സദസ്സല്ല. കാര്യം ഇതിന് വേറെ കള്ളത്തരം പറയേണ്ട കാര്യമില്ല. പല സ്ഥലങ്ങളിലും പല കള്ളത്തരങ്ങൾ നമ്മൾ പറയേണ്ടി വരും പലരെയും കുറിച്ച്. അത് ചിലപ്പോൾ സത്യമായിട്ടായിരിക്കും പറയുന്നത്. പക്ഷേ ഇവിടെ ഒന്നും പറയാനില്ല. അത്രയും വളരെ സത്യസന്ധതയോടെ ക്രാഫ്റ്റ് ചെയ്യുന്ന ഒരാളാണ് സിബിക്ക്. എൻ്റെ ജീവിതത്തിൽ സിബിക്ക് വലിയ സ്ഥാനമുണ്ട്. സിബിയുടെ സിനിമകൾ എൻ്റെ ജീവിതത്തിൽ ഇത്ര കാലം പോയാലും മറക്കാൻ പറ്റാത്ത ഒരുപാട് കഥാപാത്രങ്ങളെ എനിക്ക് സമ്മാനിച്ച സംവിധായകനാണ്. അദ്ദേഹത്തിൻ്റെ ദീർഘായുസ്സിനും മുന്നോട്ടുള്ള ജീവിതത്തിലും എല്ലാവിധ പ്രാർത്ഥനകളും ഞാൻ നേരുന്നു. ഇനിയും വലിയ വലിയ സിനിമകൾ എടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ. അതിൽ അഭിനയിക്കാൻ എനിക്കും സാധിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. വണ്ടർഫുൾ. ലാലെ, സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഔട്ടാക്കാൻ ശ്രമിച്ച ഒരാളാണ് ഞാൻ.
ആദ്യത്തെ സിനിമയിൽ അഭിനയിക്കാൻ വന്നപ്പോഴത്തേക്ക് ഇയാൾ ഇനി ഇവിടെ ഒന്ന് നിൽക്കണ്ട എന്ന് വിചാരിച്ചിട്ട് 2 മാർക്ക് കൊടുത്ത് പറഞ്ഞു വിടാൻ ശ്രമിച്ചിട്ടും മുകേഷിൻ്റെ ഭാഷയെ പറഞ്ഞാൽ ഒത്തില്ല. ഇവിടെ നിലനിന്നുവെന്ന് മാത്രമല്ല, മലയാള സിനിമയ്ക്കും അപ്പുറത്ത് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മികച്ച, ഒരുപക്ഷെ ലോക സിനിമയിലെ ഏറ്റവും മികച്ച നടനായിട്ട് കഴിഞ്ഞ 45 വർഷക്കാലം നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഈ നടൻ്റെ മുമ്പിൽ അദ്ദേഹത്തോടൊപ്പം അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ച പോലെ 2 മാർക്കിന് പകരമായിട്ട് 2 നാഷണൽ അവാർഡ് കൊടുക്കാൻ കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ സിനിമകൾ സംവിധാനം ചെയ്യാനുള്ള അവസരമുണ്ടായി. അത് അദ്ദേഹത്തെക്കാൾ കൂടുതൽ എനിക്കാണ്, എൻ്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഒരുപാട് സിനിമകൾ ഒന്നിച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വല്ലാത്തൊരു ആത്മബന്ധമുണ്ട്. ആ ആത്മബന്ധം സിനിമ ചെയ്താലും സിനിമ ചെയ്തില്ലെങ്കിലും ഞങ്ങൾ തമ്മിൽ തുടർന്നു കൊണ്ടേയിരിക്കുന്നു. എൻ്റെ ചലച്ചിത്ര ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളിലും എന്നെ ചേർത്ത് നിർത്തിയ, എൻ്റെ ചലച്ചിത്ര രംഗത്തെ ഏറ്റവും വലിയ പിൻബലമായിരുന്ന, എൻ്റെ കരിയറിനെ ഞാനിന്ന് മലയാള സിനിമയിൽ ആരെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിന് ഏറ്റവും പിൻബലമായി എൻ്റെ കൂടെ നിന്ന എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. 45 വർഷങ്ങളുടെ ഈ സൗഹൃദം ഇന്നും തുടരുകയാണ്. ഇനി വരും കാലങ്ങളിലും ഈ സ്നേഹം സിനിമ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യുന്നതല്ല. മുമ്പൊരിക്കൽ ജോൺസൺ പറഞ്ഞൊരു വാക്കുണ്ട്, നമ്മൾ തമ്മിൽ സൗഹൃദം രൂപപ്പെടുന്നത് സിനിമയുള്ളത് കൊണ്ടാണ് രൂപപ്പെട്ടത്. പക്ഷേ ആ സൗഹൃദം നിലനിർത്താൻ സിനിമ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കണമെന്നില്ല. തീർച്ചയായിട്ടും സിനിമ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഈ സൗഹൃദം തുടർന്നുകൊണ്ടേയിരിക്കും. അദ്ദേഹത്തോട് എൻ്റെ കൂടെ പ്രവർത്തിച്ച എല്ലാവരോടും ആ സ്നേഹവും ആ സൗഹൃദവും തുടർന്നുകൊണ്ടേയിരിക്കും. എന്നെ ഈ വേദിയിലെത്തി ആശംസകൾ പറയാനായിട്ട്, എൻ്റെ സ്നേഹത്തെ, എൻ്റെ ഈ നല്ല നിമിഷത്തെ എല്ലാം ചേർത്ത് വെക്കാനായിട്ട് എത്തിയ എല്ലാവരോടും എൻ്റെ സ്നേഹവും നന്ദിയുമുണ്ട്. മുത്തരംകുന്ന് സിനിമയുടെ നിർമ്മിതാവിൻ്റെ മകൻ മഹേഷ് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ആദരവ് നൽകാൻ വേണ്ടി സിബി സാറിനെ ക്ഷണിക്കുകയാണ്. മുത്തരംകുന്നിൻ്റെ നിർമ്മാതാവ് ശ്രീ സുബ്രഹ്മണ്യത്തിൻ്റെ, ഞാൻ വളരെ സ്നേഹപൂർവ്വം മണിയണ്ണൻ എന്ന് വിളിക്കുന്ന അദ്ദേഹത്തിൻ്റെ മകനാണ് മഹേഷ്. മഹേഷ് ഇന്നിവിടെ എത്തിയത് നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ സന്തോഷമാണ്. 1 മാസം മുമ്പ് അദ്ദേഹത്തിൻ്റെ പിതാവ് നമ്മളെ വിട്ടുപിരിഞ്ഞ് പോയ സന്ദർഭത്തിൽ ഞാൻ കുടുംബസമേതം അവിടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു. ആ അന്ത്യകർമ്മങ്ങളുടെ ഭാഗമാകാൻ അവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞു. ഇന്ന് ഇവിടെ അദ്ദേഹത്തിൻ്റെ അച്ഛന് പകരം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മഹേഷിനോട് എൻ്റെ എല്ലാ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഞാൻ മലയാള സിനിമയിൽ ആരെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരനായ പ്രിയ മണിയണ്ണൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മകന് ഞാൻ ഈ ആദരവ് സമർപ്പിക്കുന്നു.